ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താ അത്? ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അല്ലേ? അപ്പം നിങ്ങളോട് മറ്റൊരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ രീതി അടിമുടി മാറ്റം വരാൻ പോവാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ പരീക്ഷയുടെ മുമ്പ് ദിവസം ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്. ചോർന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇല്ലേ? അപ്പം അതേ തുടർന്നിട്ട് അധ്യാപക സംഘടനകൾ സമരം ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ലൈവ് പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അത് കണ്ടാൽ ഇൻട്രസ്റ്റിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ഈ പറയുന്ന പ്രഡിക്ഷൻസ് കൊണ്ട് അല്ലെങ്കിൽ പ്രവചനങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത കിട്ടുമോ എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് A+ കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾ അത് കണ്ടു, നിങ്ങൾക്ക് A+ കിട്ടി. അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ക്രിസ്മസിന് അല്ലെങ്കിൽ SSLCക്ക് പിന്നെ ഇതിനെല്ലാം പൂർണ്ണമായിട്ട് മാറ്റം വരുത്തിയിട്ടാണ് ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതും? നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും? ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആകെ ബ്ലാങ്ക് ആയിപ്പോവും, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ പിന്നെ തോന്നിയ പോലെ അല്ലെങ്കിൽ ഓരോ പ്രഡിക്ഷൻസും അല്ലാതെ ക്വസ്റ്റ്യൻ ചോർത്തിയിട്ടുള്ളതും കണ്ടിട്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പം വൈറ്റ് ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഈ പറയുന്ന പ്രവചനത്തിനൊന്നും പോകാറില്ല. പക്ഷേ കുട്ടിയെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പ്രാപ്തരാക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഈവൻ അറബിക് ആണെങ്കിൽ പോലും നമ്മൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അല്ലാതെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാതെ ഒരു സബ്ജക്റ്റ് പോലും നമ്മളിവിടെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കത്തില്ല. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾ എന്ത് പഠിച്ചോ നിങ്ങളത് ഏത് ഉറക്കത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കത് പറയാൻ പറ്റും. അങ്ങനെ പഠിക്കുന്നതല്ലയോ നല്ലത്? അല്ലാതെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻസ് കണ്ടിട്ട് അത് വെള്ളം തൊടാതെ വിഴുങ്ങി പഠിക്കുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഭാവിയിൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും IAS IPS ഒക്കെ ആകേണ്ട കുട്ടികളല്ലേ? അപ്പം നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആകാതെ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് എന്തുമാത്രം ദോഷം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളിപ്പം ഇങ്ങനെ പ്രഡിക്ഷൻസ് ഒക്കെ കണ്ടു, വെള്ളം തൊടാതെ നിങ്ങൾ എൻട്രൻസ് ഒക്കെ പോയി എഴുതി, ശരി, ഓക്കെ, നിങ്ങൾ പരീക്ഷ പാസ്സായി എന്ന് വെച്ചോ. പക്ഷെ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും ഇല്ലേ? നിങ്ങളത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗിച്ച് നോക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറായിട്ട് നിങ്ങൾ പരീക്ഷയൊക്കെ ഇതുപോലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എഴുതി ക്ലിയർ ആയി എന്ന് വെച്ചോ. ക്ലിയർ ആയിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ വിശ്വസിച്ച് ആ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന ഒരു ജീവനാണല്ലേ? ആ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ പന്താടുന്നത്. അതെപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം പഠിക്കുമ്പം അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അല്ലാതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾക്കത് ഓർമ്മ വരണം. അതാണ് ശരിക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാണാപ്പാഠം പഠിക്കുന്നതല്ല. നമ്മൾ റൈറ്റ് ബോർഡിൽ ഒരിക്കലും നമ്മൾ പ്രഡിക്ഷൻസ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന ചോദ്യം വരും എന്നൊന്നും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നില്ല. അത് നമ്മൾ ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എഴുതാൻ പ്രാപ്തരായിരിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന ചോദ്യം വന്നാൽ അത് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുകയല്ല നിങ്ങളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്ടോബർ 1 തൊട്ട് നമ്മുടെ SSLCയുടെ ഗ്രൂപ്പ് ക്ലാസ് തുടങ്ങുകയാണ്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തുടങ്ങുകയാണ്. അതിൽ ഈ പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആക്കിയുള്ള പഠനമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഫീസേ അതിനുള്ളൂ, 3000 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അതിലേക്ക് ചേരാനുള്ള വാട്സപ്പ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടും. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെയുള്ളത് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചേരുകയാണല്ലേ?